ഹായ് ഗഡീസ്, നമ്മളിന്ന് മലയാളികളുടെ ഫേവററ്റ് ഡിഷുകളിൽ ഒന്നായ ബീഫ് ഡ്രൈ ഫ്രൈ അഥവാ BDF ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്കിത് സ്റ്റാർട്ടറായോ മെയിൻ കോഴ്സിൻ്റെ കൂടെയോ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. സോ വെൽക്കം ടു നമ്മുടെ സ്വന്തം ബെഞ്ച് അഡ്വഞ്ചേഴ്സ് ആൻഡ് ദിസ് ഇസ് ബബി. ലെറ്റ്സ് സ്റ്റാർട്ട് കുക്കിംഗ്. ഈ വലുപ്പത്തിൽ മുറിച്ച ബീഫിലോട്ടാണ് നമ്മളിനി മസാലകൾ ഇടാൻ പോകുന്നത്. ഇതിലോട്ട് കുറച്ച് വേപ്പില നമുക്ക് പൊട്ടിച്ചിടാം. 4-5 മുളക് നമുക്ക് പകുതി കീറിയിടാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് 1/2 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. ഇത് കുറച്ച് കളറിന് കൂടി വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്. ഒരു 6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബീഫ് കുക്കറിൽ ഇട്ടതിന് ശേഷം നമ്മൾ മസാല പരത്തിയ ബൗളിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചൊന്ന് കഴുകി ഒഴിക്കാം. നമ്മൾ BDF ഉണ്ടാക്കുമ്പോൾ ആദ്യം 1/4 വേവിൽ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്നത്. നമുക്കിതിനി വേവിക്കാൻ വെക്കാം. കുക്കറിൽ വെക്കുമ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കി ഒരു 10 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. നമ്മുടെ 1/4 വേവിച്ച ബീഫ് ഒന്ന് നമുക്ക് നല്ല കട്ടിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി 4 ടേബിൾ സ്പൂൺ, ചതച്ച മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 2 ടീസ്പൂൺ, 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1.5 ടീസ്പൂൺ ഉപ്പ്, 2 ലൈമിൻ്റെ ജ്യൂസ്, 6 ടേബിൾ സ്പൂൺ നേരത്തെ വേവിച്ച് വെച്ച ബീഫിൻ്റെ സ്റ്റോക്ക്. ഇത് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അരപ്പിൽ വെള്ളം കുറവായി തോന്നിയാൽ കുറച്ചും കൂടി സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച ബീഫ് സ്ലൈസ് ഇതിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത ബീഫ് ഞാനൊരു ട്രേയിലോട്ട് സെറ്റ് ചെയ്ത് 1 മണിക്കൂർ നമുക്ക് മസാല പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു പാനിലോട്ട് ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുത്ത് 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് ബീഫ് വറുത്തെടുക്കാം. നമ്മൾ ബീഫ് വറുത്ത എണ്ണയിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒന്നിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ BDF റെഡി. അപ്പോൾ നിങ്ങൾ ഈ ഡിഷ് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ബിഞ്ച് അഡ്വഞ്ചേഴ്സ്.